എന്റെ സ്നേഹം നിറഞ്ഞ എല്ലാ മിത്രങ്ങൾക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. കഥ ആരംഭിക്കാം. എന്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു സുബ്രഹ്മണ്യൻ. ഞങ്ങൾ അവനെ സൂപ്പർൻ എന്നാണ് വിളിച്ചിരുന്നത്. എന്റെ വീടിന്റെ കുറച്ചടുത്തായിട്ടായിരുന്നു അവന്റെ വീട്. ഞങ്ങൾ ഒരേ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ബുധനാഴ്ച കോളേജിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് അന്ന് സമരമാണെന്ന്. ഞങ്ങൾ രണ്ടുപേരും പിന്നെ അവിടെ നിന്നില്ല, നേരെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ബസ്സിൽ കയറി ഇറങ്ങേണ്ട ജംഗ്ഷനിൽ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അവന്റെ അമ്മ കടയിലെങ്ങാണ്ട് പോയി ഏതാണ്ട് സാധനവും മേടിച്ചുകൊണ്ട് നടന്നു വരുന്നു. എന്താടാ, രണ്ടുപേരും പോയതുപോലെ ഇങ്ങ് തിരിച്ചു പോരുന്നല്ലോ. എന്തു പറ്റി, പഠിത്തമില്ലേ? ഇല്ലമ്മേ, ഇന്ന് ഏതാണ്ടിന്റെയൊക്കെ സമരവാ. ഞങ്ങളിങ്ങി പോന്നു. അങ്ങനെ ഞങ്ങൾ മൂവരും കൂടി വീട്ടിലേക്ക് നടന്നു. അവന്റെ വീടിന്റെ അടുത്ത് ചെന്നപ്പോൾ അവന്റെ അമ്മ പറഞ്ഞു, വാടാ ജയ, ചായ കുടിച്ചേച്ച് പോകാം. അങ്ങനെ ഞാനും അവന്റെ വീട്ടിലേക്ക് കയറി. അവിടെ ചെന്നപ്പോൾ തിണ്ണയ്ക്ക് അവന്റെ അനിയത്തി അവിടെ ഇരിക്കുന്നു. പേര് സുബി, 20 വയസ്സ് കാണും. അവൾ പഠിക്കാൻ മണ്ടിയാണ്, അതുകൊണ്ട് പഠിത്തം നേരത്തെ അങ്ങ് നിർത്തി. അവന്റെ അമ്മ പോയി ചായ ഇട്ട് ഞങ്ങൾക്ക് 3 പേർക്കും കൂടി കൊണ്ടുവന്നു. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഓരോ കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. വീട്ടിൽ വന്ന് ഞാൻ മൊബൈൽ ഓണാക്കി ഓരോന്ന് കണ്ടുകൊണ്ട് കട്ടിൽ കിടക്കുമ്പോഴാണ് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നത്. നോക്കിയപ്പോൾ സൂപ്പറിനാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്, ആരോടും പറയണ്ട, ഫോണിൽ വിളിക്കണ്ട, മെസ്സേജ് അയച്ചാൽ മതിയെന്ന്. ഇവൻ എന്തിനാ എനിക്കിങ്ങനെ ഒരു മെസ്സേജ് വിടുന്നത്? ഞാൻ ഓർത്തു. എന്നിട്ട് ഞാൻ തിരിച്ചൊരു മെസ്സേജ് അങ്ങോട്ട് വിട്ടു. ഇതാരാടാ, സൂപ്പറിനാണോ? പെട്ടെന്ന് തന്നെ റിപ്ലൈ വന്നു, അല്ല, ഞാൻ സുബിയാണ്. എന്താടി? ഞാൻ ചോദിച്ചു. എനിക്ക് ജയേട്ടന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്, പക്ഷേ ആരോടും പറഞ്ഞ് പ്രശ്നമാക്കരുത്. എന്തു പറ്റി? നിനക്ക് വല്ല പ്രശ്നവും ഉണ്ടോ? വല്ല ഏടാകൂടത്തിലും ചെന്ന് ചാടിയോ? ഞാൻ ചോദിച്ചു. ഓ, അതൊന്നുമല്ല, ചേട്ടൻ ആരോടും പറയില്ലെന്ന് സത്യം ചെയ്. എന്നാൽ ഞാൻ പറയാം. അവൾ വീണ്ടും മെസ്സേജ് വിട്ടു. ഇല്ലടി, നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ, ഞാൻ ആരോടും പറയില്ല. ജയേട്ടാ, എനിക്ക് ജയേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. കൊള്ളാം, നീ എന്തു തരം ഇഷ്ടമാണ് ഉദ്ദേശിക്കുന്നത്? മറ്റേ ഇഷ്ടം തന്നെ. നമുക്ക് 2 പേർക്കും കൂടി കല്യാണം കഴിക്കാം. എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാ. എടി, നീ എന്തുവാ ഇങ്ങനെയൊക്കെ പറയുന്നത്? സുപ്പർണെങ്ങാനും പറഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു. വേണ്ട എന്ന് ഒരുപാട് വിചാരിച്ചതാണ്, പക്ഷേ എനിക്ക് ചേട്ടനെ മറക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ. ഞാൻ നാളെ നിന്റെ വീട്ടിൽ വരട്ടെ, നിന്റെ സൂക്കേട് മാറ്റിത്തരാം. അതും പറഞ്ഞ് ഞാൻ ഫോൺ ഓഫ് ചെയ്തു. പിറ്റേന്നും കോളേജിൽ സമരമായിരുന്നു. ഞാൻ പതുക്കെ സൂപ്പറിന്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ അവന്റെ അമ്മ സുബിയെ വഴക്കു പറയുകയാണ്. എന്നെ കണ്ടതും അവളാകെ പേടിച്ചു വിറച്ചുപോയി. എന്താ അമ്മേ പ്രശ്നം? ഓ, ഒന്നുമില്ല മോനെ, വീട്ടിലെ ഒരു പണിയും ചെയ്യത്തില്ല ഇവൾ. കുനിഞ്ഞൊരു തുരുമ്പ് പോലും എടുക്കത്തില്ല. അന്യ വീട്ടിൽ പോകേണ്ട പെണ്ണാ. വിട്ടരമ്മേ, അവൾ അന്യ വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാം ചെയ്തോളും, ഇല്ലയോടി? ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ പിന്നെ അവൾ അങ്ങനെ നടന്നോട്ടെ. നീയും അവിടെ ചേട്ടനും കൂടിയാ പെണ്ണിനെ ഇങ്ങനെ വഷളാക്കുന്നത്. ഇതും പറഞ്ഞ് അവളുടെ അമ്മ അകത്തേക്ക് കയറിപ്പോയി. അവൾ എന്നെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് അവളും അവിടെ റൂമിലേക്ക് പോയി. അളിയ, എന്താ പരിപാടി? ഞാൻ സൂപ്പറിനോട് ചോദിച്ചു. ബാ, നമുക്ക് ഇവിടെ ഇരുന്ന് കമ്പ്യൂട്ടർ കാണാം, അല്ലാതെന്തോ പരിപാടി? ഞാനൊരു വെറൈറ്റി പരിപാടി പ്ലാൻ ചെയ്താ വന്നത്. എന്തോ പരിപാടി? അവൻ ചോദിച്ചു. നമുക്ക് 2 ബിയർ വാങ്ങി കഴിച്ചാലോ? അതിന് പൈസ ഉണ്ടോ നിന്റെ കയ്യില്? ഉണ്ടടാ, 1000 രൂപ ഉണ്ട്. അതിന് ആര് പോയി വാങ്ങും? ഞാൻ തന്നെ പോകാം, അല്ലാതെ നീ വരില്ലല്ലോ. നീ പോസ്റ്റ്മാനത്തെ കുഞ്ഞല്ലേ. ഓ, ശരി ശരി, നീ പോയി വാ. അങ്ങനെ ഞാൻ പോയി എന്റെ വീട്ടിൽ നിന്നും വണ്ടി എടുത്ത് സിറ്റിയിൽ പോയി 2 ബിയറും വാങ്ങിക്കൊണ്ടുവന്നു. വന്നപ്പോൾ അവൻ ഉമ്മറത്ത് തന്നെ ഇരിപ്പാണ്. ഞാനും അവനും കൂടെ റൂമിൽ കയറി ബിയർ പൊട്ടിച്ച് ഗ്ലാസ്സിലൊഴിച്ച് കഴിച്ചു. ഒരു കുപ്പി ബിയർ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ആകെ ഫിറ്റായി. എനിക്ക് മതിയളിയ, ഞാൻ ആകെ മൂടായി, അവൻ പറഞ്ഞു. അവൻ ഓഫായി എന്നെനിക്ക് മനസ്സിലായി. ഞാൻ ഒരു ഗ്ലാസ് ബിയറും കൂടി കഴിച്ചിട്ട് മൂത്രമൊഴിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് നടന്നു. അപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നും അവന്റെ അനിയത്തി ഇറങ്ങി വന്നു. അവൾ വന്നപ്പോൾ ഡ്രസ്സും ഒക്കെ മാറി ഒരു മഞ്ഞ പട്ടുപാവാടയും ജാക്കറ്റ് പോലുള്ള ഒരു വേഷവുമാണ്. ഞാൻ അവളെ ഒന്ന് നോക്കി. അവൾ എന്നോടൊന്നും മിണ്ടാതെ അകത്തേക്ക് പോയി. ഞാൻ ബാത്റൂമിൽ കയറിയച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഞാൻ വരുമ്പോൾ എന്റെ മനസ്സിൽ പല ചിന്തകളും നിറഞ്ഞു. എല്ലാം പൊട്ട ചിന്തകളായിരുന്നു. ഞാൻ നടന്ന് അകത്തേക്ക് വന്നപ്പോൾ
സുബി അവിടെ നിൽക്കുന്നു. കണ്ണു നിറഞ്ഞാണ് നിൽക്കുന്നത്. എന്തിനാടി വെറുതെ നിന്ന് കരയുന്നത്? ഞാൻ ചോദിച്ചു. ചേട്ടൻ എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത്? അവള് പറഞ്ഞു. നീ വിഷയം മാറ്റി വിടണ്ട. നിനക്ക് എന്ന് തൊട്ടാണ് എന്നോട് ഈ പ്രേമം തുടങ്ങിയത്? അത് പറഞ്ഞതും അവള് നിന്ന് കരയാൻ തുടങ്ങി. കരയണ്ട കരയണ്ട, കരയാതെ കാര്യം പറ, അല്ലെങ്കിൽ നിന്റെ അമ്മ വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞു കൊടുക്കും. അയ്യോ വേണ്ട ചേട്ടാ പ്ലീസ്, അമ്മ അറിഞ്ഞാൽ എന്നെ കൊല്ലും. എന്നാ പറയടി കാര്യം. അമ്പലത്തിലെ ഉത്സവത്തിനാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. നിനക്ക് ഞാൻ സ്വന്തം ചേട്ടനെ പോലെയല്ലേ? അങ്ങനെയൊക്കെ ആലോചിക്കാൻ പാടുണ്ടോ? ഇല്ല, ഞാൻ നിർത്തി. ഇനി അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചു കൂട്ടില്ല. ചേട്ടൻ അമ്മയോട് പറയരുത്, അമ്മ അറിഞ്ഞാൽ എന്നെ കൊല്ലും. പറയില്ല പോരെ? അതും പറഞ്ഞ് ഞാൻ റൂമിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവൻ നല്ല മൂടായി ഉറക്കമായിരിക്കുകയാണ്. ഞാൻ പോയി വീണ്ടും ഒരു ഗ്ലാസും കൂടെ ബിയർ എടുത്ത് കുടിച്ചു. ഞാൻ അവിടെ നിന്ന് എണീറ്റ് വീണ്ടും ബാത്റൂമിൽ പോയി. പെട്ടെന്ന് എന്തോ ചില്ലുകുപ്പി പൊട്ടുന്ന ശബ്ദം കേട്ട് ഞാൻ പുറത്തേക്ക് വന്നു. ഞാൻ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ അവന്റെ അനിയത്തി പലഹാരം ഉണ്ടാക്കാൻ എടുത്തു വെച്ച മാവെടുത്തതാണ് അത് നിലത്ത് വീണ് പൊട്ടിയത്. അവൾ അത് മുഴുവൻ വാരിയെടുക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ അവളുടെ ആ നിൽപ്പ് എന്നെ നിയന്ത്രണം തെറ്റിച്ചു തുടങ്ങി. കുനിഞ്ഞു നിന്ന് അവൾ അതൊക്കെ പറക്കി എടുക്കുകയാണ്. എന്റെ കണ്ണ് നേരെ പോയത് അവളുടെ ബാക്ക്വശത്തേക്കാണ്. അത് പ്രേമമാണോ എന്താണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അവളുടെ അടുത്തേക്ക് നടന്നു. അവളുടെ തൊട്ടു പിന്നിൽ ചെന്ന് നിന്നു. ഞാൻ വന്നത് അവൾ അറിഞ്ഞില്ല. അപ്പോഴത്തെ ആ ധൈര്യത്തിൽ ഞാൻ അവളെ ഒന്ന് ടച്ച് ചെയ്തു. അവള് ഞെട്ടിത്തരിച്ചു തിരിഞ്ഞെന്നെ നോക്കി. ചേട്ടൻ എന്ത് വൃത്തികേടാണ് കാണിക്കുന്നത്? സുപ്രേട്ടനില്ലേ അകത്ത്? ചേട്ടൻ വന്ന് കണ്ടാലോ? അവനെങ്ങാനും എണീറ്റ് വന്ന് കണ്ടാൽ കൊല്ലും. ശരി ശരി, എന്നാ ഇനി ഞാൻ നിന്റെ അടുത്ത് ഒരു ശല്യവുമായി വരുന്നില്ല, എന്നെ വിട്ടേക്ക്, ഞാൻ പറഞ്ഞു. അയ്യോ അതല്ല പറഞ്ഞത് ചേട്ടാ. ഒന്നാമത് തന്നെ ചേട്ടന് കുടിച്ചിട്ട് തീരെ ബോധമില്ലാതെ നിൽക്കുക. നമുക്ക് നാളെ സംസാരിക്കാം. നിനക്ക് ഇപ്പോൾ സംസാരിക്കാൻ പറ്റുമോ ഇല്ലയോ അത് പറ. അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചേട്ടനോട് ചോദിക്കാനുണ്ട്. അതെന്തുവാ? ചേട്ടൻ എന്തിനാ ഇപ്പോൾ വന്ന ഉടനെ എന്നെ കയറി ടച്ച് ചെയ്തത്? ചേട്ടൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അത് നീ എന്റെ പെണ്ണല്ലേ, ആ അധികാരത്തിലാണ്. ചേട്ടൻ പൊയ്ക്കോ, നമുക്ക് നാളെ സംസാരിക്കാം. ഞാൻ അവിടെ നിന്ന് നടന്ന് റൂമിലേക്ക് പോയി. അവിടെ വന്ന് ബെഡിൽ അവന്റെ കൂടെ ശകലനേരം കയറി കിടന്നു. എനിക്കാണെങ്കിൽ അവളെ കണ്ടപ്പോഴും അവിടെ കിടന്ന് കിടക്കപ്പുറതി കിട്ടുന്നില്ല. ഓരോന്നാലോചിച്ച് എന്റെ മനസ്സാകെ പതറാൻ തുടങ്ങി. ഞാൻ എഴുന്നേറ്റ് എന്റെ വീട്ടിലേക്ക് നടന്നു. ഞാൻ നടന്ന് വീട്ടിലെത്തിയതും റൂമിൽ കയറിയതും ഒന്നും സത്യത്തിൽ എനിക്ക് ഓർമ്മയില്ല. പിറ്റേന്ന് രാവിലെ എന്റെ അമ്മ എന്നെ വിളിച്ചു. എന്താ അമ്മേ? ഇടാ നിന്നെ സുപ്രം വിളിക്കുന്നു, ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? ഓ വയ്യ അമ്മേ. അതെന്തു പറ്റി? ഭയങ്കര തലവേദന. അത് ശരി, അതുപോലെ അല്ലായിരുന്നോ ഇന്നലത്തെ മൂഡ്? ഓ നിർത്തിയമ്മേ, ഇനിയൊന്നും ആ പരിപാടിയില്ല. ഞാൻ അമ്പലത്തിൽ വരെ പോവുക. അങ്ങനെ അവനും എന്റെ അമ്മയും കൂടെ ജംഗ്ഷനിലേക്ക് നടന്നു. ഞാൻ എഴുന്നേറ്റ് അവരുടെ പുറകെ പോയി. സുപ്ര, നീ ഫോൺ എടുത്തിട്ടുണ്ടോ? ഇല്ലടാ, അവൻ പറഞ്ഞു. എന്താടാ കാര്യം? എന്റെ ഫോണിന്റെ ഡാറ്റ തീർന്നടാ, അതുകൊണ്ടാ. നീ വീട്ടിൽ പോയി എടുത്തോ, അവിടെ സുബിയുണ്ട്. ആ ശരിയടാ. ഞാൻ അപ്പോൾ തന്നെ അവന്റെ വീട്ടിലേക്ക് നടന്നു. അവന്റെ വീട്ടിൽ മുമ്പിലെത്തിയപ്പോൾ തന്നെ അവിടെ ഉമ്മറത്ത് സുബി ഇരിക്കുന്നുണ്ട്. ഒരു ബ്ലൗസും ഒരു ഹാഫ് പാവാടയുമാണ് വേഷം. ഞാൻ നടന്ന് ഉമ്മറത്തേക്ക് കയറി. ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല, നേരെ മുറിക്ക് അകത്തേക്ക് കയറി. വൃത്തികെട്ടവൻ. എന്താ പറഞ്ഞേ? നിങ്ങള് ഇന്നലെ കുടിച്ചിട്ട് ബോധമില്ലാതെ എന്നോട് ചെയ്തത് വല്ല ഓർമ്മയുണ്ടോ? ഒന്ന് പതുക്കെ പറയടി. അപ്പൊ ബോധം ഉണ്ടായിരുന്നു അല്ലേ? സോറി, ഇനി ചെയ്യില്ല പോരെ. അറിയാതെ പറ്റിപ്പോയതാണ് പെണ്ണെ. അറിയാതെ കൂട്ടുകാരന്റെ അനിയത്തിയുടെ ഞാനൊന്നും പറയുന്നില്ല. ചേട്ടൻ ഇത്ര വൃത്തികെട്ട മനുഷ്യനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എടി പ്ലീസ് ഒന്ന് നിർത്ത്. നീ എന്റെ പെണ്ണല്ലേ എന്ന് ചിന്തിച്ച് ചെയ്തു പോയതാണ്. ഞാൻ ചായ ഇടാം. ശരി. ഞാനും അവളും കൂടെ നടന്ന് കിച്ചണിലേക്ക് പോയി. ഞാൻ അവളുടെ പിന്നിൽ ചെന്ന് അവളുടെ തോളിലൊന്ന് കൈവച്ചു. അമ്പട കള്ള, അതാണോ അപ്പോൾ ഉദ്ദേശം? അതൊക്കെ കല്യാണം കഴിഞ്ഞു മതി. എന്തുവാടി, ആരും അറിയില്ല. എന്നെ ഒന്ന് വിശ്വസിക്കുന്നീ. ഞാൻ ആരോടും പറയില്ല. വേണ്ട വേണ്ട, ആരെങ്കിലും അറിഞ്ഞാലേ അത് വലിയ പ്രശ്നമാകും. എല്ലാവർക്കും നാണക്കേടാവും. അതിന് ആരറിയാനാ? ആരെങ്കിലും അറിഞ്ഞാൽ മതി. അത് ശരി, അപ്പോൾ നിനക്ക് എന്നെ വിശ്വാസമില്ല അതല്ലേ? അങ്ങനെ പറയല്ലേ, ഞാൻ അത് വിചാരിച്ചു പറഞ്ഞതല്ല. ആരെങ്കിലും അറിഞ്ഞാൽ ഞാൻ ആരോടും പറയില്ല. നീ പറയാതിരുന്നാൽ മതി. ഞാൻ ആരോടെങ്കിലും പറയുമോ ഇതൊക്കെ? എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നത്? ഞാനില്ലേ നിനക്ക്? നിനക്കെന്നെ വിശ്വാസമില്ലേ?
അതൊക്കെ ഉണ്ട്. പക്ഷെ ആരെങ്കിലും അറിഞ്ഞാലുള്ള നാണക്കേടുണ്ടല്ലോ. അതിന് ആരെങ്കിലും അറിഞ്ഞാലല്ലേ ഉള്ളൂ. ഞാൻ അവളെ പതുക്കെ എന്റെ അടുത്തേക്ക് അടുപ്പിച്ചു നിർത്തി. ഞാൻ അവളുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ എന്തിന്റെയോ ദാഹം അലയടിക്കുന്നത് ഞാൻ കണ്ടു. ആരും ഒന്നും മിണ്ടിയില്ല. രണ്ടാളും നേരെ റൂമിലേക്ക് പോയി.